എത്ര വർഷമായി ഇവിടെ അബുദാബിയിലെ? ഇവിടെ ഞാൻ 22 വർഷമായി. 22 വർഷം അബുദാബിയിൽ മാത്രം? അതുവരെ മാത്രം. ഇതിന് മുമ്പ് 1.5 വർഷത്തോളം മസ്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 10-23 വർഷം ഗൾഫില്. ഫാമിലി ഒക്കെ ഇവിടെ സെറ്റാണ്? എല്ലാവരും ഇവിടെ തന്നെയാണ്. മാഷാ അല്ലാഹ്. എന്താണ് നിങ്ങൾ 23 വർഷത്തെ ഗൾഫ് ജീവിതത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഹലോ ഹബീബീസ്, അപ്പോൾ അബൂസ് ഡേയ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് സുബസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മളെ നാസ്ത കഴിക്കാനും ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, നമ്മളെ പള്ളിയാണ്, അടിച്ചാപ്പൊടി പള്ളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അബ്ദുള്ളാഖാൻ്റെ അവിടെ നിന്നൊരു നെയ്പ്പത്തലിൽ സാലിന് വെച്ചിട്ട്, അപ്പോൾ അബ്ദുള്ളാഖാൻ്റെ അവിടെ നിന്ന് നെയ്പ്പത്തലും സാലിന് അത് കണ്ടില്ലേ, അതാണ് സാധനം. 2 നെയ്പ്പത്തലും സാലിന്, ഒരു ഫ്രഷ് മിൽക്ക് ചായ, അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനി ഡ്യൂട്ടിക്ക് പോകാൻ ഇനിയും കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഒരു ഡോൾഫിൻ പാർക്കിലൊന്ന് പോയിട്ട് കുറച്ച് നേരം അവിടെ പോയി നിന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനാകുമ്പോഴത്തേനും ഇങ്ങോട്ട് പോരാം. ഓക്കെ, അപ്പോൾ ഡോൾഫിൻ പാർക്ക് ഒന്ന് കണ്ടുകൊണ്ട് പോരാം. ഓക്കെ, ഈ റോഡിൻ്റെ ഇത് ഷെയ്ഖ് സായിദ് റോഡാണ്, നമ്മളെ ദുബായ് റോഡ് ഈ ഫ്രണ്ടിലുള്ള. ഇതിൻ്റെ നേരെ അപ്പുറം സൈഡിലാണ് നമ്മളെ ഡോൾഫിൻ പാർക്കുള്ളത്. സാധാരണ ഈ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ, ഈ ക്ലൈമറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ ആളുകൾ മോർണിംഗ് വാക്കിനും അല്ലെങ്കിൽ മറ്റ് എക്സസൈസിനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല നല്ല ചിൽഡ്രൻസ് പാർക്കുണ്ട്, അതിൻ്റെ പുറമെ ചെറിയൊരു ടർഫുണ്ട് ഒക്കെ. അതായത് ഈ വീക്കെൻഡുകളും അതേപോലെ തന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ഓവർ ബ്രിഡ്ജ് ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് അത്ര വലിയ സെറ്റപ്പായി തോന്നുന്നില്ല, പക്ഷേ രാത്രി ഇത് ഭയങ്കര രസമാണ്. ഒരുപാട് പല കളറുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രിയാണ് ഇവിടുത്തെ വ്യൂ. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരിക്കൽ നമുക്ക് ഇവിടുത്തെ രാത്രിക്കത്തെ വ്യൂ എടുക്കാം. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഓവർ ബ്രിഡ്ജ് കയറാൻ ലിഫ്റ്റ് ഉണ്ട്. എന്താ ചൂട്, വേർത്തു. വേറെ വൈബിലെ ഇവിടെ ഒരു ഉണ്ടാക്കിയെടുത്തതാണ്. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്തൊരു സ്ഥലമാണ്, നാച്ചുറലായിട്ടുള്ള പോലെ ഒന്നുമില്ല. അതാണ് അബുദാബിൻ്റെ പ്രത്യേകത. അബുദാബിയിൽ ഇതൊന്നും നാച്ചുറലായിട്ട് ഉണ്ടായതല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. ഒരു നാച്ചുറിന് കൊടുക്കണ പരിഗണനയാണിത്. എന്താ രസം എന്ന് പറയാം. ഞാൻ ബാക്കി കാണിച്ചു തരാം. തോണി വേണമെങ്കിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യട്ടെ, എക്സസൈസാണ്. പക്ഷെ ഇപ്പോൾ വേണ്ട. അങ്ങനെയുണ്ട്, സൂര്യോദയം. ഏയ് പരിമളക്കാ
വീണ വിടർന്നിടുന്നേ ത്വാഹമലരിന്റെ മധുഹാസം കൽവുണർത്തുന്നീതാ അർഹാൻ സദാ ഉണർത്തുന്നീതാ നിതാന്ത ജ്ഞാന പൊരുളിനെ നോക്കി വാക്കുപാടുന്നിതാ അബുദാബിയില് ഇപ്പോൾ മാഷാല്ലാ എവിടേക്ക് പോവുകയാണെങ്കിലും സൈക്കിൾ ട്രാക്ക് ഉണ്ടാവും. ഇത് സൈക്കിൾ ട്രാക്കാണ്. നമുക്ക് നടക്കാനുള്ളത് ഇപ്പുറത്ത് വേറെ ഉണ്ട്. നമ്മൾ സാധാ റോട്ടിലൂടെ വണ്ടി പോകുമ്പോൾ ഉള്ളതുപോലെ സൈഡുകളടക്കം വേർതിരിച്ചിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ് ഇവിടെ. മനസ്സിലായോ? ഇപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് മൊത്തം എല്ലാ മെയിൻ റോഡിൻ്റെയും സൈഡിലൂടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. നമുക്കിപ്പോൾ സിറ്റിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് നേരെ പോവാം. എല്ലായിടത്തും ഇതന്നെ ട്രാക്കാണ്. അടിപൊളിയായിട്ട് എൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂസും ഉണ്ടാവും. ഒഴിവുള്ള സമയമൊക്കെ നമുക്ക് വേണമെങ്കിൽ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ ഒരു റിലാക്സേഷനൊക്കെ ഇതേമാതിരി ഇങ്ങനെ ഇറങ്ങിയാൽ മതി. പക്ഷേ ഒറ്റൊരു പ്രശ്നം, ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ ചൂട്, അത് മാത്രമുള്ള ഒരു പ്രയാസമുള്ളൂ. ബാക്കിയൊക്കെ തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രസകരം. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷനുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ വന്നു നിന്നാൽ മതി. മൈൻഡ് താനെ നല്ല പോസിറ്റീവ് ആയിക്കോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ ഒന്ന് കുളിച്ച് മാറ്റി ഓഫീസിലേക്ക് ഇറങ്ങിയത് വേർത്ത് ഒന്നും കൂടി കുളിച്ചിട്ടുണ്ട്. ഏതായാലും ക്ലൈമറ്റ് ചൂട് അത്ര പ്രശ്നം. ഈ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, വിങ്ങല്, അതാണ് ഭയങ്കരം. നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നാൽ തന്നെ വേർത്ത് കുളിച്ചു പോകും. അങ്ങനത്തെ പ്രശ്നം. പിന്നെ പൈനാപ്പിൾ ബിൽഡിങ് കണ്ടിരിക്കണം നിങ്ങൾ? പൈനാപ്പിൾ ബിൽഡിങ് ഞാൻ കാണിച്ചുതരാം. പൈനാപ്പിൾ ബിൽഡിങ്ങിന് വേറെ എന്തോ ഒരു പേരാണ്. പേര് അറിയണവരെ ഇൻഷാ അല്ലാ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ ശരിക്കുള്ള പേര് എന്തോ ഒരു സീ ടവറോ അങ്ങനെ എന്തോ ഒരു പേരാണ്. സീ പാലസോ അങ്ങനെ എന്തോ ഒരു പേരാണ്. കറക്റ്റ് പേര് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇൻഷാ അല്ലാ. എന്താ വൈബ്! ഏതാ സ്ഥലം നോക്കിയത്? സ്ഥലം അടിപൊളിയല്ലേ? ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. വേണ്ട ഒരു ചാച്ച പാവണം. ഇതിൻ്റെ പണിക്കാരന് ബൽദിയൻ്റെ പ്രതിവീറിൻ്റെ ആളാണ്. അങ്ങനെ ടെർഫുണ്ടെന്ന് കോൺക്രീറ്റാണ്. വീണ് കഴിഞ്ഞാൽ പണിയാവും. എന്നാലും ഫ്രീ അല്ലേ, ആർക്കും വന്ന് കളിക്കാം. വൈകുന്നേരമൊക്കെ രാത്രി സമയമൊക്കെ മരുവിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇഷയൊക്കെ കഴിഞ്ഞാലൊക്കെ നമ്മുടെ ചെറിയ ചെക്കന്മാരുണ്ട്, അറബി കുട്ടികൾ, അറബി ചെക്കന്മാർ ഒക്കെ ഉണ്ടാകും കളിക്കാൻ. അങ്ങനെ ഓരോ കൂടി കളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടുത്തെ എല്ലാ ഒട്ടുമിക്ക പാർക്കുകളിലും ഇതേമാതിരി ഇതുണ്ടാവും, ടർഫുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതേമാതിരി ടർഫാണെങ്കിൽ കായ് ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ. എന്തായാലും നല്ല പൈസ കൊടുക്കേണ്ടി വരും. ചെറിയൊരു എമൗണ്ടെങ്കിലും എന്തായാലും കൊടുക്കണം. അതതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആണ് പൈനാപ്പിൾ ബിൽഡിങ്. ആ കാണുന്നത് അങ്ങേറ്റത്ത് 2 ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഈ എന്താ പറയുക, സൂര്യപ്രകാശം, സൂര്യൻ്റെ വെളിച്ചം, ഈ വെയിൽ തട്ടുന്ന ഏരിയ അത് ഓപ്പണായിട്ട് അല്ല ക്ലോസ് ആയിട്ട് നിൽക്കും. അതാണ് പ്രത്യേകത. അതായത് അതിൻ്റെ അപ്പുറം സൈഡ് വെയിലില്ലാത്ത ഭാഗം ഓപ്പണായിട്ട് നിൽക്കും. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ, ഈ ബിൽഡിങ്ങിൻ്റെ, ഈ പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെയും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമായിരിക്കും, നമുക്ക് അത്ര അറിയുള്ളൂ. ഓക്കെ, അതാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അറിയില്ലേ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൂടാം. ഞാൻ നല്ല തിരിക്കട്ടെട്ടാ,
ഇവിടെ അങ്ങനെ വല്ലാതെ നടന്നാൽ ഓഫീസിലെത്തുമ്പോഴത്തേന് വീണ്ടും കുളിക്കും. ഇപ്പം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വയ്യ. സംഭവം അബുദാബിയിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കാശുള്ള ആൾക്കാർക്ക് നല്ല രസമാണ്, സംഭവം അടിപൊളിയാണ്. പക്ഷേ ക്യാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുമാണ്. അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്, പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനെ ഇറക്കാൻ നമ്മളെ അടുത്ത് വേണം, മനസ്സിലായോ? പിന്നെ നല്ല സെറ്റപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സാദിയാത്ത് പോലത്തെ ഐലാൻഡുകളിൽ പോയിട്ട് അവിടെയൊക്കെ സ്വന്തമായിട്ട് വില്ലകളും ഒക്കെ എടുത്ത് ഫ്ലാറ്റുകളൊക്കെ എടുത്ത് ഭയങ്കര ലക്ഷറി ലൈഫ് ഉള്ള ആൾക്കാരുണ്ട്. യൂറോപ്യൻസ്, അതേപോലെ ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ, അവരൊക്കെ അടിപൊളിയായിട്ട് ലൈഫ്. ശരിക്കും അവർ നാട്ടിൽ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, പക്ഷെ അവർ ഇവിടെ വന്നിട്ട് പുതിയ ബിസിനസ് ഓപ്പൺ ആക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക തന്നെ. മലയാളീസ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല, മലയാളീസ് കണ്ടമാനം ആൾക്കാരുണ്ട്. പക്ഷേ മലയാളീസിന് നമ്മളിങ്ങനെ വല്ലാതെ അങ്ങനെ എണ്ണൂലല്ലോ. മലയാളീസ് ഉണ്ടെങ്കിലും അധികം മലയാളീസും ഇല്ലാത്ത പോലെ നടക്കുക, ഉള്ള പോലെ നടക്കുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെ നടക്കണമെന്നല്ല കേട്ടോ, നടക്കണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഈ നമ്മൾ 1-2 മാസമൊക്കെ നാട്ടിൽ നിന്നിട്ട് ലീവിന് പോയിങ്ങാണ്ട് നാട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യുമല്ലോ, അത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പായി. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു 1-2 ആഴ്ച ചുരുങ്ങിയത് നമ്മളെ ഫാമിലിനെ വിട്ട് പിരിഞ്ഞിട്ടുള്ള ആ സങ്കടവും, അതേപോലെ തന്നെ എന്താ പറയുക, നാടും ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോരുന്നതല്ല, ഭയങ്കര സങ്കടമുള്ള പരിപാടിയാണ്. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് ട്രാക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. ഞാനിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. സംഭവം ഞാൻ അങ്ങനെ വർത്താനം പറയുമ്പോൾ ചിരിച്ചിനും കളിച്ചിനൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മളെ കുട്ടികളും ഫാമിലി, വൈഫ്, ഉമ്മ, അപ്പ അവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ശരിക്കും മിസ് ചെയ്യും. ഇവിടെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കാണുമ്പോഴേ എന്നതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ലീവ് എന്ന് പറയുമെങ്കിലും ആ ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിങ്കളാഴ്ച നമ്മൾ ഡ്യൂട്ടിക്ക് വരുമല്ലോ, അതൊരു ചടപ്പ് തന്നെയാണ്. പക്ഷേ ഒരു 11 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ചടപ്പ്. അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചടപ്പ് പോവും. പിന്നെ നമ്മൾ ആ ചടപ്പിൻ്റെ മെയിൻ്റെ അല്ല നമ്മളെ മനസ്സിലുണ്ടാവില്ല, പിന്നെ വർക്കിൻ്റെ മെയിൻ്റെ ചൂടായി. ഏതായാലും അൽഹംദുലില്ലാ ജോലിയൊക്കെ റാഹത്തായിട്ട് പോകണ്ട. എല്ലാവരും ദുആ ചെയ്യുക. ഒരുപാട് ക്യാഷ് വരിക എന്നുള്ളതല്ല, മീൻസ് സമ്പാദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവാന്നുള്ളതല്ല, പക്ഷേ ആ ഉള്ളതിൽ ഒരു ബർക്കത്ത് വേണം. ബർക്കത്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടിയിരിക്കണമെന്ന് അറിയണം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മാസം വലിയ എമൗണ്ട് സാലറി കിട്ടുന്ന ആൾക്കാർ, പക്ഷെ ആ എമൗണ്ട് അത് അത്രയും ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അത് കയ്യിൽ നിന്ന് കാലിയാണൊരവസ്ഥ. അപ്പോൾ അതാണ് ബർക്കത്തില്ല എന്ന് പറയാം നമ്മളെ ഭാഷയിൽ. അപ്പോൾ ഉള്ളിൽ ബർക്കത്ത് വേണം. എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, സുലൈമാൻ ഖാനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സ്വന്തം അയൽവാസിയാണ്. പക്ഷേ നമ്മൾ മൂപ്പരെ അബുദാബിയിലെ ലൈഫിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. സുലൈമാൻ ഖാൻ, എന്തൊക്കെ വിശേഷങ്ങൾ? റാത്തല്ല? എല്ലാം മംഗളമായിട്ട് കാര്യങ്ങൾ പോകുന്നു. എത്ര വർഷമായി ഇവിടെ അബുദാബിയിലെ? ഇവിടെ ഞാൻ 22 വർഷമായി. 22 വർഷം അബുദാബിയിൽ മാത്രം? അതുപോലെ മാത്രം. ഇതിന് മുമ്പ് 1.5 വർഷത്തോളം മസ്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 10-23 വർഷം ഗൾഫില്. ഫാമിലി ഒക്കെ ഇവിടെ സെറ്റാണ്? എല്ലാവരും ഇവിടെ തന്നെയാണ്. മാഷാ അല്ലാഹ്. എന്താണ് നിങ്ങൾ 23 വർഷത്തെ ഗൾഫ് ജീവിതത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അബുദാബി എന്ന് പറഞ്ഞാൽ വളരെ സേഫ്റ്റി ഒരു കൺട്രിയാണ്. നമുക്ക് ഏത് രാത്രിയും ട്രാവൽ ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഒരു സെക്യൂർ ഉള്ളൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, സൗദി, ഖത്തർ,
ഖത്തർ, അതുപോലെ മറ്റ് പല കൺട്രികളിലും, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇതിലെല്ലാം നമുക്ക് കിട്ടിയ അനുഭവം വെച്ചിട്ട് ഈ ഒരു കൺട്രിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നമ്മുടെ ലൈഫ് വളരെ എന്താ പറയണത്, എൻജോയ്മെന്റ് ആണ്. എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു എക്സസൈസ് ആണ്. അതായത് നമുക്ക് രാവിലെ ഒരു 6 o'clock നമ്മുടെ യോഗ ക്ലാസ് തുടങ്ങും. ആ യോഗ ക്ലാസ് 6:30 ആകുമ്പോഴത്തേനും ഫിനിഷ് ആവും. അത് കഴിഞ്ഞാൽ 6:50, 7 o'clock ഇങ്ങനെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ സ്റ്റാർട്ടിങ്. അതൊരു 40 മിനിറ്റോളം ഫുട്ബോൾ കളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്ത് ചെയ്യും, വീട്ടിൽ പോയി നമ്മുടെ ദിനചര്യ കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഫീൽഡിൽ ഇറങ്ങും. എന്റെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ആണ്. അപ്പൊ വില്ല, ഫ്ലാറ്റ്സ് അങ്ങനെയൊക്കെ. ശരി, നമ്മള് താമസിക്കുന്ന വില്ലൊക്കെ മൂപ്പര കെയർ ഓഫിലാട്ടോ. മാഷാഅല്ലാഹ്. പിന്നെ അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രേരകമായ ഘടകം എന്തായിക്കോട്ടെ, ഇതിനെ നിങ്ങൾക്ക് ഒരു ഞാൻ അഭിനന്ദിക്കുവാണ്. നല്ലൊരു മോസ്റ്റ് അപ്പിയറൻസ്. നമ്മളിത് എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതാണ്, 2ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ അബുദാബിയിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇതില് സംപ്രേഷണം ചെയ്യണത്. അപ്പൊ നമ്മളെ പരിചയത്തിലുള്ള ആളുകള്, നമ്മളെ കൂട്ടുകാരന്മാര്, അവരുടെയൊക്കെ അബുദാബിയിലെ ലൈഫിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മറ്റുള്ള നമ്മളെ നാട്ടുകാർക്കും നമ്മളെ കൂടെയുള്ള ആൾക്കാർക്കും നമ്മളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായാലും നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു നല്ലൊരു ഫ്യൂച്ചർ ഈ വീഡിയോ രംഗങ്ങളിലൂടെ ഉണ്ടാവട്ടെ. ഈ സംരംഭം വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ സുലൈമാൻ ഖാൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഇതുപോലെ അബുദാബിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. ഇതിപ്പോൾ ഒരാളാണ്, ഇങ്ങനെ 1000കണക്കിന് ആളുകളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അബുദാബി വിശേഷം എന്ന വ്ലോഗ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല സുന്ദരമായ വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.